നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ആയില്യം നക്ഷത്രത്തെ കുറിച്ചാണ്. ആയില്യം നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 1 മുതൽ 15 തീയതി വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ഇവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷകരവും സമാധാനകരവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുമാണ് നമ്മൾ പറയുന്നത്. ഇത് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇത് ഇവർക്ക് വന്ന് ഭവിക്കാവുന്ന ഫലമാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ജൂൺ മാസം എന്ന് പറയുന്നത് നമ്മളുടെ ചില പ്രിയപ്പെട്ട ആളുകളുടെ വേർപാട് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു സമയമായിരിക്കും. അവര് നമ്മളിൽ നിന്ന് വിട്ടകുന്ന ഒരുപാട് ദൂരേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഒരു പക്ഷെ ഇനി ഒരിക്കലും കാണാൻ പറ്റത്തില്ലാത്ത അകലങ്ങളിലേക്കൊക്കെ നമ്മൾ വിട്ടുപോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വേദനപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങളുടെ കർമ്മരംഗം ഏതുമായിക്കോട്ടെ, അതിലെ ചെറിയ ചെറിയ വിഘ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിലെ വിഘ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മടിച്ചിരിക്കാതെ അത് മുന്നോട്ട് തന്നെ പോയി അത് വിജയത്തിലെത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കർമ്മരംഗത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടുന്നതാണ്. പക്ഷെങ്കിൽ നിങ്ങൾക്കൊരു കഠിന അധ്വാനം വേണ്ടിവരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിച്ച കോഴ്സുകൾക്കൊക്കെ ചേരുവാൻ സാധിക്കുമെങ്കിലും ഒരു അലച്ചിലൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഒന്നിലധികം തവണ ഇതിനു വേണ്ടി നമ്മൾ പോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ആരും നിരുത്സാഹപ്പെട്ട് പിന്നോട്ട് പോകാതിരിക്കുക. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ നടക്കുന്നതാണ്. പക്ഷെങ്കിൽ എല്ലാത്തിനും ഒരു തടസ്സം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ തടസ്സം അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ഈ ആയില്യം നക്ഷത്രത്തിൽ പിറന്ന ആളുകൾക്ക് ചിലപ്പോൾ ചില അസുഖങ്ങളൊക്കെ പിടിപെടാനൊക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ചെറുതായിട്ട് മൂർച്ഛിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യ കാര്യത്തില് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആശുപത്രി വാസമൊക്കെ വേണ്ടിവരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു കണക്കുകൂട്ടലിലൂടെ മുന്നോട്ട് പോകുക. ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സ്വല്പം ഞെരുക്കമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികത്തിന്റെ വരവ് ഉണ്ട്, എന്നാൽ അതേ രീതിയിൽ ചെലവുമുണ്ട്, അതിനധികം ചെലവും വരുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. പ്രായോഗികമായിട്ടുള്ള ബുദ്ധിയൊക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ്. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നിങ്ങളുടെ ബുദ്ധി പ്രയോഗിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് വേണ്ട ഉചിതമായിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങൾ ചില അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ പോയി പെടുവാനുള്ള സാധ്യതയുണ്ട്. അവിഹിത ബന്ധങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് മാനഹാനിയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഇപ്പോഴിരിക്കുന്ന സ്ഥാനത്തൊന്നും ചെറിയ സ്ഥാനചലനമൊക്കെ ഉണ്ടാവുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ സ്ഥാനമാറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കൂടാതെ കർമ്മരംഗത്തും ചെറിയ ഒരു സ്ഥാനചലനം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ മാറി, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ നിന്നൊക്കെ മാറി മറ്റൊരു തൊഴിലൊക്കെ തേടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും നിറവേറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾക്കൊരു അഹോരാത്ര പരിശ്രമം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആരോഗ്യത്തിന്റെ കാര്യത്തിലും നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങളുടെ താരകാസ്ഥിതി അത്ര മെച്ചമല്ലെങ്കിലും കാര്യങ്ങളെല്ലാം നടന്നു പോകുമെങ്കിലും നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇറങ്ങി പുറപ്പെടുന്നത് അതിൽ പൂർണ്ണമായിട്ടും ഒരു ജാഗ്രത വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ അത് നേടുവാൻ കഴിയുള്ളൂ. അലസ മനോഭാവത്തോടെ പോയി കഴിഞ്ഞാൽ നേടുവാൻ കഴിയില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ വിഘ്നങ്ങളൊക്കെ മാറി കിട്ടുവാനായിട്ട് വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവരവരുടെ ദൈവത്തിലും മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.